അപ്പോൾ നമുക്കിന്ന് വഴുതനങ്ങ വെക്കട്ടെ. വഴുതനങ്ങ ഉപ്പേരി. ഞങ്ങളിവിടെ ഉള്ളിമുളക് ഇടുന്നാണ് പറയണ. വെളിച്ചെണ്ണയിലാണ് വെക്കണം. ഇതേപ്പോൾ 3 വഴുതനങ്ങ ഉണ്ട്, കുറച്ച് ഉള്ളി ഉണ്ട്, ഒരു തണ്ട് മല്ലിച്ചീര ഉണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില കേട്ടോ. ഇതിൽ വെച്ചിട്ട് ഉപ്പും ചതച്ചമുളകും മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. നമുക്കിത് കഷ്ണിച്ച് വെക്കണത് കാണിച്ചു തരാം കേട്ടോ. വഴുതനങ്ങ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, നന്നാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളി ഒരു 6 ചോളയുണ്ട്, ഒരു പച്ചമുളക് ഉണ്ട്, കുറച്ച് മല്ലിച്ചീര, ഒരു തണ്ട് കേട്ടോ, ഒരു തണ്ട് കേട്ട്. പിന്നെ അതിൻ്റെ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇടാത്ത പറ്റിക്ക് വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു പൊട്ടിക്കോളം കടുക് ഇട്ടാ പൊടി മതി, അധികം ചേരുവകളൊന്നും വേണ്ട. ഇപ്പോൾ കുറച്ച് വേപ്പില, പച്ചമുളകൊക്കെ എരിവല്ലേ, പച്ചമുളകൊക്കെ കൂട്ടാം. നല്ല കറിയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചോറിനൊക്കെ കൂട്ടാം. ഇതിങ്ങനെ വെക്കും. പിന്നെ തൈരിട്ട് വെക്കും. തൈരിട്ട് വെക്കണ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. ഉപ്പേരിയാണ്. ഞങ്ങൾ ഉള്ളിമുളക് മല്ലിച്ചീര ഉണ്ട്, ലാസ്റ്റ് നമുക്കിടാം. ഒരൽപ്പം ഉപ്പിടാം, കുറച്ച് മതി ഉപ്പ്. വെളിച്ചെണ്ണയിലാണ് വെക്കണത്. ഇത് അധികം മൂക്കണ്ട, എന്നാലും ആ പച്ച മണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പൊടി മഞ്ഞപ്പൊടി പൊടി ഇട്ടാ. എല്ലാ പച്ചക്കറിയും നമ്മൾ ഇടും അല്ല. കുറച്ച് ചതച്ചമുളക്, വേറെ ഒന്നും ഇടണ്ട. ഏത് മൂക്കുമ്പളത്തിനും മുളക് അരിയലും പെട്ടെന്ന് കഴുകണം. നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം. വേണ്ട എല്ലാം ഇതാക്കി കിട്ടണം. അപ്പോൾ ഇതിച്ച് വെള്ളമുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേവണ്ടേ? അപ്പോൾ ഇതൊന്ന് വേവട്ടെ. 1 മിനിറ്റ് മതി കേട്ടോ. നമുക്ക് 1 മിനിറ്റ് കുറച്ചേരം മൂടി വെക്കാം. ചെറിയ വേവിലാണ് ഇട്ടേക്കണം. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉടച്ചൊന്നും കൊടുക്കാം. വെള്ളമൊക്കെ വറ്റിട്ടാ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ. എല്ലാവരും വെക്കണം കേട്ടോ. എനിക്കെല്ലാവരും ലൈക്ക് അടിക്കണം.
ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം. അറിയണവർക്കൊക്കെ അറിയാൻ പറ്റും, അറിയാത്തവർക്കൊക്കെ നല്ല രസമാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഇനി നാസ്തക്ക് കൊടുക്കുക, കുട്ടിന് വല്ല ചപ്പാത്തിക്ക ഏട്ടൊക്കെ രാവിലെ ഒക്കെ വെക്കാം. ഇതിലേക്കൊരു സാധനം കൂടി ഉപ്പൊക്കെ കറക്റ്റാണ്. ഇങ്ങനെ ഉടക്കണം കേട്ടോ നല്ലോണം. ഇങ്ങനെ ഉടക്കുമ്പോഴാണ് എന്തൊക്കെയുണ്ട്. ചെറിയ സിമ്മിലായിട്ടത് 1 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചെടുക്കാം. എന്തിനാന്ന് ആദ്യം നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, അന്ന് കക്കി പുറത്തേക്ക് വരാനാണ് കേട്ടോ. കുറച്ച് ഒഴിക്കാം. അപ്പം നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് പെട്ടെന്ന് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും ഇരിക്കുമ്പോഴേ. ഇതാകുമ്പോൾ ആ എണ്ണ ഇങ്ങോട്ട് പുറത്തോട്ട് പോയി. അപ്പം നമ്മളെ വഴുതനങ്ങ ഉപ്പേരി റെഡി. അധികം ചേരുവകളൊന്നുമില്ല, ഇത്രയും സാധനങ്ങളുള്ളൂ. വെട്ടം കുറവാണ് ഇവിടെ. എല്ലാവരും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെയാണ് എൻ്റെ വിജയം. എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ കാണുന്നതിന്, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണതിനൊക്കെ എല്ലാവർക്കും നന്ദി കേട്ടോ. എല്ലാവരും വെക്കണം കേട്ടോ. എന്നിട്ട് മറുപടിയൊക്കെ എനിക്ക് കമൻറ്റ് വിടണം. ഇതൊക്കെ നോക്കി ഓക്കെ ആയില്ലേ? ഇനിയിത് ഇങ്ങനെ കിടന്നാൽ മതി, നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വഴുതനങ്ങ ഉപ്പേരി റെഡി. ഞങ്ങൾ ഉള്ളിമുളക് ഇട്ടെന്ന് പറയുള്ളൂ. ഉപ്പേരി റെഡി. എല്ലാവരും വെക്കണം കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. എണ്ണ തെളിഞ്ഞ് തന്നെ ഉണ്ടോ? എണ്ണ തെളിഞ്ഞ് തന്നെ വയ്ക്കണ്ട. നമ്മൾ ഫസ്റ്റ് ഒഴിച്ച എണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ കൂട്ടാൻ പറ്റാത്തവർക്ക് ഓയിലിലോ എണ്ണയിലോ ഒക്കെ വെക്കാം. നല്ല എണ്ണയിൽ വെക്കാം, ഒലിവ് ഓയിലിൽ വെക്കാം കേട്ടോ. എണ്ണ തെളിഞ്ഞ് തന്നെ ഉണ്ട. ഇനി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. കൂടെ മല്ലിച്ച് കുഞ്ഞിത്തണ്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ.